ഇതിൽ വരുന്നത് ലിക്വിഡാണ് ഒഴിക്കേണ്ടത്. ഇതിൽ കംഫർട്ട് ഡെറ്റോൾ. ഈ ക്യാബ് നമുക്ക് ആവശ്യമില്ല, ഫ്രീ ആണ്. നമുക്ക് ഇതിൻ്റെ കപ്പാസിറ്റി 6.5 കിലോ ആണ്. 6.5 കിലോയുടെ വരുന്ന മോഡുകൾ ഈ കോട്ടൺസ് 30, 40, 60, 90 ഈ 4 മോഡലാണ് ഇത് വരുന്നത്. ഈ 6.5 കിലോ വരുന്നത് 6.5 കിലോ കൈ ഇതിൽ പിടിക്കുമ്പോൾ ഇതിനടിയിലേക്കുള്ള തുണിയുടെ ക്വാണ്ടിറ്റിയാണ് 6.5 കിലോ. 6 കിലോയിലേക്ക് മാറ്റണമെങ്കിൽ ഈ സ്പീഡ് ബട്ടൺ പ്രസ് ചെയ്യണം, എന്നാലാണ് 6 കിലോയിലേക്ക് മാറി കിട്ടുള്ളൂ. 6.5 കിലോ 2 മണിക്കൂർ 58 മിനിറ്റ്. അല്ലെങ്കിൽ നോർമൽ മോഡായ 1 മണിക്കൂർ 4 കിലോ എടുക്കുള്ളൂ. അപ്പോൾ ഈ 4 മോഡും സെയിം ക്യാരക്ടറാണ്. കോട്ടൺ കോട്ടൺ വാഷ് ടെമ്പറേച്ചർ. ഇത് സിന്തറ്റിക്സ്, അത് കട്ടി കുറഞ്ഞ പോളിസ്റ്റർ പോലുള്ള തുണികൾ 40 ഡിഗ്രി ചൂടിൽ വാഷ് ചെയ്തെടുക്കുകയാണ്. 47 മിനിറ്റ് 4 കിലോ. ഇതിൻ്റെ അടിയിൽ ഈ മിക്സ് ലോഡാണ് നമുക്ക് എപ്പോഴും ആവശ്യമായിട്ട് വരുന്നത്. അതാണ് 4 കിലോ 45 മിനിറ്റിൽ. അതിൽ ഇടുന്ന തുണിയുടെ അളവ് ഇതിൻ്റെ പകുതി തുണി ഇടാൻ പാടുള്ളൂ. പകുതിക്ക് ജസ്റ്റ് മുകളിൽ. പകുതി എന്ന് പറഞ്ഞാൽ 3.25 കിലോ ആണ് പകുതി വരുന്നത്. അത് 4 കിലോ ആണ് ഇടാവുന്നത്. അപ്പോൾ അതിന് ജസ്റ്റ് മുകളിൽ ഉള്ളൊരു വെയിറ്റ് ആണ് ഇടാൻ പോകുന്നത്. സ്പീഡ് മാറ്റി കഴിഞ്ഞാൽ വെയിറ്റ് മാറില്ല, ടൈം മാത്രം ഒരു 10 മിനിറ്റ് മാറും. വെയിറ്റ് പക്ഷേ മാറ്റാൻ പറ്റില്ല. ഇത് ഡ്രം ഡി സ്കെയിൽ. ഇത് ഈ മെഷീൻ്റെ സർവീസാണ്. 3 മാസം കൂടുമ്പം ഇതിൽ ഡ്രം ഡി സ്കെയിൽ എന്നൊരു പൗഡർ ഇതിലൊരു 3 സ്പൂൺ ഇട്ട് കൊടുക്കുക, ചെയ്യാം. എന്നിട്ട് ഈ പ്രോഗ്രാം ഓഫ് ചെയ്യുക, സ്റ്റാർട്ട് കൊടുക്കുക. പൊടി ഇപ്പം വരുമ്പോൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, അനുസരിക്കാൻ. ഇത് സ്പിന്നാണ്ട് പുറത്തുനിന്ന് ഇറക്കിയിട്ട് സ്പിന്നും ഡ്രെയിനും മാറ്റം ചെയ്തിട്ട്, ഇതുപോലെ തന്നെ പുറത്തുനിന്ന് ഇറക്കിയിട്ട് റിൻസ് മാറ്റം ചെയ്തിട്ട്. ഇത് ഡാർക്ക് ജീൻസൊക്കെ വാഷ് ചെയ്യാനുള്ള മോഡ്. ഇത് കൊച്ചു പിള്ളേരുടെ ടെഡി വെയർ പോലെ സോഫ്റ്റ് ടോയ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വാഷ് ചെയ്യാനുള്ളത്. ഇത് വൈറ്റ് ഷർട്ടുകൾ, വൈറ്റ് കട്ടൺ ക്ലോത്ത്സ്, വൈറ്റ് ഗാർമെന്റ്സ് വാഷ് ചെയ്യാനുള്ളത്. വൈറ്റ് മാത്രമാണ്. വാഷ് ക്വാളിറ്റി കൂടുതൽ. ഇത് ഡെലിക്കേറ്റ്സ്, ഈ മുത്തുകൾക്ക് തുന്നി പിടിപ്പിച്ച ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വാഷ് ചെയ്യാനുള്ളത്. ഇത് ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യുന്നില്ലല്ലോ, അവരുടെ ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്യാനുള്ള ആൻറ്റി ബാക്ടീരിയ അതിൽ ഇത് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് ഡെറ്റോൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 15 മിനിറ്റിൽ ഒരു 2 കിലോ ഡ്രസ്സ് പെട്ടെന്ന് വാഷ് ചെയ്യുന്നു. അത് അധികം അഴുക്കുള്ള ഡ്രസ്സൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്, ജസ്റ്റ് വേർപ്പുള്ള ഡ്രസ്സുകളൊക്കെ ഒന്ന് വാഷ് ചെയ്തിരുന്നു. അത് തന്നെ ഒരു 30 മിനിറ്റിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 കിലോ ഇടാൻ പറ്റും. 30 മിനിറ്റിലേക്ക് കൺവേർട്ട് കഴിഞ്ഞാൽ 4 കിലോ ഇടാൻ പറ്റും. ഇതാണ് ഈ മോഡൽ വരുന്നത്. ഇനി മിക്സ് ലോഡിലൊക്കെ സെലക്ട് ചെയ്യുന്നതോടൊപ്പം 45 മിനിറ്റിൻ്റെ പ്രോഗ്രാമിൽ ഈ ആൻറ്റി ടാങ്കിൾ എന്നുള്ള ഈ മോഡ് ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 8 മിനിറ്റ് കൂടി ആഡാവും, 53 മിനിറ്റിലേക്ക് വരും. അപ്പോൾ ഈ 8 മിനിറ്റ് കെട്ടുപണിയിൽ അഴിച്ചിടാൻ വേണ്ടിയാണ്. കെട്ടുപണി ചേർക്കുന്ന തുണികളൊക്കെ അഴിച്ചിടാൻ വേണ്ടിയാണ്. എല്ലാത്തിലും ഇതിലൊക്കെ എല്ലാത്തിലും കിട്ടും. ഈ ഇതിലൊന്നും ഉണ്ടാവില്ല, ബോർഡിലുണ്ടാവില്ല, ആൻറ്റി ഡ്രം ഡി സി എല്ലിൽ ഉണ്ടാവില്ല. ബാക്കി എല്ലാത്തിലും ആക്കിയിട്ടുണ്ട്. ഇതാണ് ഇതിൽ വരുന്നത്. ഇത് സ്റ്റാർട്ട് ബട്ടൺ. ഇതാണ് പ്രോഗ്രാംസ്. ഇങ്ങനെയാണ് വരുന്നത്. ലിക്വിഡ് ഒഴിക്കുക, കംഫർട്ട് ഒഴിക്കുക, ക്ലോസ് ചെയ്യുക, തുണി മിക്സറിൻ്റെ ഈ ലെവലിൽ ഇടുക. പൗഡർ യൂസ് ചെയ്യാൻ കുഴപ്പമില്ല, പക്ഷേ ഇത് ഒരു 10-15 വർഷം നമുക്ക് ആയുസുള്ള മെഷീനാണ്. ഇത് പൗഡർ ഇട്ട് ഒരു 5 വർഷമൊക്കെ കഴിയുമ്പോൾ പിന്നെ ഡ്രമ്മ് കംപ്ലൈൻ്റ് ആവും. എന്നുവെച്ചാൽ ഡ്രമ്മ് ഈ പൊടി എന്ന് ഹോൾസൊക്കെ അടിക്കുമ്പോൾ തുരുമ്പ് പിടിക്കും. തുരുമ്പ് പിടിച്ച് കഴിഞ്ഞാൽ ആ ഡ്രമ്മ് കട്ടായി പോകുമ്പോൾ എൻ്റെ ഇത് കംപ്ലൈൻറ്റ് വരുന്നത്. മറ്റേ ലിക്വിഡ് ആകുമ്പോൾ പിന്നെ അവിടെ നിൽക്കുന്നില്ല, അത് ഒഴുകി തന്നെ പൊക്കുള്ളൂ. അതാണ് ഇത്രയുള്ളൂ ഇതിൽ വരുന്നത്. പിന്നെ ഈ ഇത് ഒരു 2 ആഴ്ച 1 മാസമൊക്കെ ആകുമ്പോൾ ഈ പൈപ്പിൽ നിന്ന് ടിപ്പും തുറന്നിട്ട് കുറച്ച് വെള്ളം നിൽപ്പുണ്ടാവും, അത് ഡ്രെയിൻ ചെയ്ത് കളയാം. അത് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഫോൾ സ്മെല്ല് വെള്ളമായിരിക്കും. ആ മണം ഈ ഡ്രസ്സിലേക്ക് കയറി വരും, കഴുകുന്ന ഡ്രസ്സിലേക്ക് കയറി വരും. അതുപോലെ ഇതും തുറന്നിട്ട് ഇതിൽ ഈ ബ്രോക്കൺ ബട്ടൺസ്, ഒരു കോയിൻസ് ഒക്കെ ഇതിൽ വന്ന് കണക്റ്റായി കിടക്കും. അത് അയച്ച് അതും ക്ലീൻ ചെയ്യാം. പിന്നെ ഇതിൽ പുറത്ത് ജസ്റ്റ് ഒരു ടെസ്റ്റ് മോഡ് ലീക്ക് പോലെ ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയില്ല. വെറുതെ ഒരു വർഷം
ഒരു ബില്ല് ബില്ലുണ്ട്.